റിപ്പോർട്ട്. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. എബിൻ ജോസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഇടുക്കിയിൽ നിന്ന്. എബിൻ, എന്താണ് പോലീസ് നൽകുന്ന സൂചന? ഇത് എങ്ങനെ മരിച്ചു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയുമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോയി. ഇടയ്ക്ക് അമ്മ വേറൊരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ വന്നപ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ്. കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പെൺകുട്ടി പോക്സോ കേസിലെ അതിജീവിതയാണ്. 2 വർഷം മുമ്പുണ്ടായ ഒരു പോക്സോ കേസിൽ അതിജീവിതയാണ് പെൺകുട്ടി. ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഇതുമായി ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. കട്ടപ്പന DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി എബിൻ, നമുക്കത് വിശദമായി തന്നെ തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അതൊരു കൊലപാതകമാണോ എന്ന സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.